ഹലോ കൂട്ടുകാരെ, ഇന്നൊരു ഉച്ചയൂണിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിന് എന്തൊക്കെയാണ് തയ്യാറാക്കിയെന്നൊന്ന് നോക്കിയാലോ. നമുക്ക് ചീവക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ട്. ചെറിയ ചീവക്കിഴങ്ങാണ് കിട്ടിയത്. അത് ഞാനൊരു കവറിലിട്ടാണ് അടിച്ചെടുത്തത്. ഒരു തുണി ആയാലും മതി, അതിലിട്ട് അടിച്ച് നമ്മൾ 3-4 പ്രാവശ്യം തറയിലിട്ടൊന്ന് തല്ലി എടുക്കുമ്പോഴത്തേക്ക് കുറച്ച് തൊലിയൊക്കെ പോകും. പിന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വൃത്തിയായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞ് റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഞാനൊരു സവാള അരിഞ്ഞതും 2-3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് നന്നായി വേവിച്ചെടുക്കാം. ഒരുപാട് അളിഞ്ഞു പോകരുത്, നന്നായിട്ട് വെന്ത് കിട്ടണം എത്രമാത്രം. അപ്പോഴത്തേക്കും നമുക്കതിലേക്ക് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. തേങ്ങ, ജീരകം, ഒരല്ലി വെളുത്തുള്ളി, ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സിയിലൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. അതുകൂടെ നമ്മുടെ വെന്ത ചീവക്കിഴങ്ങിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് ചീവക്കിഴങ്ങെന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും പേരാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല. നമ്മൾ ചീവക്കിഴങ്ങെന്നാണ് പറയുന്നത്. അതിലേക്ക് അരപ്പ് ഇട്ട് നന്നായി തോർത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതിലേക്ക് ഒരു വറവൂട് ഇട്ട് കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പം കടുകിട്ട് പൊട്ടിച്ച് ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില മൂപ്പിച്ച് നമ്മുടെ ചീവക്കിഴങ്ങ് തോരനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ ടേസ്റ്റിയായ ചീവക്കിഴങ്ങ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണേ, സൂപ്പർ ടേസ്റ്റാണ് ചീവക്കിഴങ്ങിന്. ഇനി നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. ചാളമീനാണ് കിട്ടിയത്. ഒരുപാട് പ്രാവശ്യം ചാളമീനൊക്കെ ഞാൻ കറി വയ്ക്കുന്നത് കാണിച്ചിട്ടുണ്ട്. ഇന്ന് പക്ഷേ നമ്മളൊരു മീൻ തോരനും കൂടെ വെക്കുന്നുണ്ട്. ഇരുമ്പിപ്പുളി ഇട്ടാണ് തോരൻ വെക്കുന്നത്. പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. സൂപ്പർ ടേസ്റ്റിയായ ഒരു ഇരുമ്പിപ്പുളി ഇട്ട മീൻ തോരൻ. 1.5 കിലോ ചാള 100 രൂപയ്ക്കാണ് കിട്ടിയത്. മുഴുവൻ ചാള എടുത്തിട്ടില്ല, ഞാൻ നാളത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല തോരന് വേണ്ടി ഞാൻ അരപ്പെടുക്കുന്നുണ്ട്. പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഒരു സവാളയുടെ പകുതി, 2 തണ്ട് കറിവേപ്പില, മല്ലിപ്പൊടി, തേങ്ങ. മുളക് പൊടി ചേർക്കുന്നില്ല, പച്ചമുളകിലാണ് വെക്കുന്നത്. നല്ല ചാള കുറച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നീളത്തിലരിഞ്ഞ ഇരുമ്പിപ്പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇരുമ്പിപ്പുളി എന്നാണ് പറയുന്നത്. വേറെ എന്തെങ്കിലും പേര് ഇതിനുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതിലേക്ക് ഞാൻ തേങ്ങ എല്ലാം മിക്സിയിലൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതൊന്ന് മിക്സ് ചെയ്ത് ഇത്തിരി വെള്ളം, ഒരുപാട് വെള്ളമൊന്നും വേണ്ട, ഒരു ലേശം വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം അതോടെ ഒഴിച്ച് കൊടുത്ത് ഇനി നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. ഇനി ഒന്ന് തിളച്ച് നമ്മുടെ കറിയൊക്കെ ഒന്ന് വറ്റി വരട്ടെ. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, വറ്റിയെടുക്കുക. തോരൻ പോലാണ് ഞാൻ വെക്കുന്നത്. നമ്മുടെ കറിയൊക്കെ നന്നായി വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇത്തിരി കറിവേപ്പിലോടെ ഞാൻ വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കറിയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കണം. ഞാൻ ഒഴിക്കുന്നുണ്ട്, സ്കിപ്പായിപ്പോയി വീഡിയോ. ഇത്തിരി വെളിച്ചെണ്ണയും കൂടി എടുത്ത് ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ ഇരുമ്പിപ്പുളിയിട്ട ചാളക്കറിയല്ല, ചാളത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് ചാള ഞാൻ എടുക്കുന്നുണ്ട്, ഇത്തിരി മുളകിട്ട് വയ്ക്കാൻ. ഒരുപാട് പ്രാവശ്യം ഞാൻ മുളകിട്ട് വെക്കുന്നത് കാണിച്ചിട്ടുണ്ട്. ഇത് പെട്ടെന്നൊന്ന് കാണിച്ചു പോവാം. പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണാമല്ലോ. ചട്ടി അടുപ്പിലോട്ട് വെച്ച് വെളിച്ചെണ്ണ ചൂടായപ്പോഴത്തേക്ക് ഉലുവ ഇട്ട് പൊട്ടിച്ചു. അതിലേക്ക് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് ഒന്ന് വഴന്ന് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ ഒന്നിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുത്ത് പൊടികളുടെയൊക്കെ പച്ചമണം മാറിയപ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ വടക്കംപുളി ഇട്ട് കൊടുത്ത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മളതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തു. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കാണ് നമ്മൾ കറിയുടെ വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടാണ് മീൻ പെറുക്കിയിട്ട് കൊടുക്കുന്നത്. തിളയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ഇടാറില്ല. ഇനി ഇത്തിരി വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയുടെ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കറി ഒന്ന് വെട്ടി തിളയ്ക്കട്ടെ. വെട്ടി തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് മീൻ പെറുക്കിയിട്ട് കൊടുക്കാം. വീണ്ടും ഞാൻ കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി വെട്ടി ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് ഞാൻ മീൻ പെറുക്കി എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായി വെട്ടി തിളച്ചതിന് ശേഷം ചെറുതീയിലേക്ക് മാറ്റാം. എന്നിട്ട് ചാളയൊന്ന് കുറുക്കിയെടുക്കണം. ഒരുപാട് വലിയ ചാളയല്ല, ചെറിയ ചാളയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മുറിച്ചൊന്നും ഇടാതെ. നല്ല കറിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഉപ്പും പുളിയൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ ചാള മുളകിട്ടതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പലവട്ടം ഞാൻ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ബോറടിക്കുന്നതായിരിക്കും. പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് കരുതിയാണ് ഒരിക്കൽ കൂടെ ഒന്ന് ഇട്ടത് എന്ന് മാത്രം. അപ്പം കുറുകിയ മീൻ ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുളകിട്ട മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിൽ നിന്ന് 5-6 ചാള എടുത്ത് ഞാൻ വറുത്തിട്ടുണ്ട്. 1.5 കിലോ ചാളയുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാൻ അതിൽ നിന്ന് 5-6 ചാളയും കൂടെ എടുത്ത് വറുക്കാനും വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കാണിക്കുന്നില്ല, വറുത്തത് കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പുമൊക്കെ ഇട്ട് പുരട്ടി ചാള വെച്ചിരുന്നതാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അരമണിക്കൂർ വെച്ചിട്ടാണ് എടുത്ത് എണ്ണയിലിട്ട് വറുത്തെടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിലാണ് നമ്മൾ വറുക്കുന്നത്. കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചാള വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു മോര് കറിയും കൂടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഒഴിക്കാൻ എന്തെങ്കിലും വേണമല്ലോ. അതിനകത്ത് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും എല്ലാം മിക്സ് ചെയ്ത് നന്നായി അരച്ച് അതിലേക്ക് ഇത്തിരി തൈരോടെ ചേർത്ത് അടിച്ച് വെച്ചിരിക്കുന്നതാണ്. വേറെ ഒന്നും ചേർക്കുന്നില്ല. പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു മോര് കറി. പിന്നെ പാത്രം അടുപ്പിലോട്ട് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. പിന്നെ വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുകിട്ട് പൊട്ടിച്ചു. കടയിലേക്ക് ചെറിയ ഉള്ളിയും മറ്റൻമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് മൂപ്പിച്ചു.
നന്നായി മൂത്തതിന് ശേഷം അതിലേക്ക് വേണമെങ്കിൽ ഇത്തിരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ചേർക്കുന്നില്ല. നന്നായി മൂത്തയിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരുന്ന നമ്മുടെ തൈരിൻ്റെ കൂട്ട്, തേങ്ങയും ജീരകവും എല്ലാം കൂടെ അടിച്ചു വെച്ചിരുന്ന തൈരിൻ്റെ കൂട്ടുകൂടെ അതിലേക്ക് ഒഴിച്ചു. അപ്പം നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു മോരുകറിയാണ്. വേറെ ഒന്നും അതിലേക്ക് പ്രത്യേകിച്ച് തക്കാളിയോ കുമ്പളങ്ങയോ വെള്ളരിക്കയോ ഒന്നും ചേർത്തിട്ടില്ല. പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു മോരുകറി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയാണ്. മോരുകറി, ഇലിമ്പിപ്പുളിയിട്ട ചാള തോരൻ, പിന്നെ ചാള മുളകിട്ടത്, പിന്നെ നമ്മുടെ കൂർക്ക തോരൻ. കൂർക്കയെന്ന് നമ്മൾ പറയാറുണ്ട്, ചീവക്കിഴങ്ങെന്നും കൂർക്കയെന്നും ഒക്കെ പറയാറുണ്ട്. അപ്പോൾ ഇന്നത്തെ കറി എല്ലാം റെഡിയാണ്. ഇപ്പോഴാണ് കൂർക്ക എന്ന പേര് എനിക്ക് ഓർമ്മ വന്നത്. നമ്മൾ ചീവക്കിഴങ്ങെന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് കൂർക്ക എന്ന്. അപ്പോൾ അത് തന്നെയാണോ എൻ്റെ കറക്റ്റ് പേരെന്ന് എനിക്കറിയില്ല കേട്ടോ. ചീവക്കിഴങ്ങെന്നാണ് നമ്മൾ സാധാരണ പറയാറ്. അപ്പോൾ നമ്മുടെ കറികളെല്ലാം റെഡിയാണ്. ഇനി നമുക്കത് പാത്രത്തിലേക്ക് വിളമ്പാം. നമ്മുടെ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. ചോറിന് ചൂടൊന്നുമില്ല. അതിലേക്ക് നമ്മളുടെ ചീവക്കിഴങ്ങ് തോരൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഇഷ്ടം ഇവിടെ എല്ലാവർക്കും ചീവക്കിഴങ്ങിൻ്റെ തോരൻ. അതുപോലെ തന്നെ ഉലർത്തിയെടുത്താലും ഇഷ്ടമാണ്. ചതച്ച മുളകൊക്കെ ഇട്ട് ഉലർത്തിയെടുത്താലും എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാൻ ഇന്ന് തോരനാണ് വെച്ചത്. ഇനി എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ ഉലർത്തുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ നമ്മുടെ ഇലിമ്പിപ്പുളിയൊക്കെ ഇട്ട് വെച്ച നമ്മുടെ ചാളത്തോരൻ അതും ആവശ്യത്തിന് പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മുളകിട്ട ചാളക്കറി, ഒരുപാട് വട്ടം മുളകിട്ട ചാളക്കറി കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്നൊന്ന് കാണിച്ചു പോയത്. അതും പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചാള വറുത്തിട്ടുണ്ടായിരുന്നു. ചാള കിട്ടിയാൽ പിന്നെ എന്നും ഇതൊക്കെ തന്നെ, ചാളത്തോരൻ, മുളകിട്ടത്. പിന്നെ ഇത് വേറെ എന്താ വെക്കേണ്ടതെന്ന് എനിക്കറിയില്ല. പിന്നെ ഓരോരുത്തർ അച്ചാറൊക്കെ ഇടാമെന്ന് പറയുന്നുണ്ട്. ഞാൻ ഇതുവരെ ഇട്ട് നോക്കിയിട്ടില്ല. താണ്ട ചാള വറുത്തതും വെക്കുന്നുണ്ട്. പിന്നെ ഒഴിക്കാനായിട്ട് നമ്മൾ വെച്ച നമ്മുടെ മോരുകറിയും. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയാണ്. സൂപ്പർ ടേസ്റ്റായിരുന്നു. ചീവക്കിഴങ്ങ് തോരനും ആ ഇരുമ്പം പുളി ഇട്ട് വെച്ച നമ്മുടെ മീൻ തോരനും ഒക്കെ. കൈ കിട്ടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിലേക്ക് ഇത്തിരി അച്ചാറൂടെ വെച്ച് കൊടുക്കുന്നതുകൊണ്ട് ഇരുമ്പിപ്പുളി തന്നെയാണ് അച്ചാറായിട്ട് ഇട്ടത്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങൾ റെഡിയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. അപ്പോൾ ടാറ്റാ.